ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ തേർഡ് ഡേ ആണ് ബാൻഫിൽ. ഞങ്ങൾ ഒരു ഗോണ്ടോള ടൂറിനായിട്ട് പോവുകയാണ്. ഒരു കേബിൾ കാർ ടൂറാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകുന്നു. അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഇന്ന് ഞങ്ങൾ പബ്ലിക് ട്രാൻസിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ അവിടെ പോയി നിൽക്കുകയാണ്. എവറി 10 മിനിറ്റ്സിൽ ഇങ്ങനെ ബസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ അവർ ബസ്സിൻ്റെ പാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് കയറുമ്പോൾ ആ പാസ് കാണിച്ചാൽ മതി. അപ്പോഴിവിടുന്ന് ഒരു 15-20 മിനിറ്റ്സിന് അത്രയേ ഉള്ളൂ. അതിനുള്ളിലാണ് നമ്മൾ ഈ പോകുന്ന ഗൊണ്ടോള ടൂർ എന്ന് പറയുന്നത്. അതൊരു കേബിൾ കാർ ടൂറാണ് കേട്ടോ. അങ്ങനെ വണ്ടി വന്നു, ഞങ്ങൾ അതിൽ കയറി. പബ്ലിക് ട്രാൻസിറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, കയറുമ്പോൾ തന്നെ അവരവിടെ കൊണ്ട് ഇറക്കും കേട്ടോ. ആ സ്ഥലം എത്തുമ്പോൾ അവർ അനൗൺസ് ചെയ്യും, ദേ ഇതാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഒരുപാട് കാറുകളൊക്കെ പാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇറക്കും. തിരിച്ചു പോകണമെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടി വരും, ഷട്ടിൽ വരും. ഷട്ടിൽ വേണമെങ്കിൽ ഷട്ടിൽ എടുക്കാം, ബസ് വേണമെങ്കിൽ ബസ് എടുക്കാം. അപ്പോൾ ഇതാണ് ഗൊണ്ടോള ടൂറിൻ്റെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ലോവർ ടെർമിനലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടോപ്പ് ഓഫ് ദ മൗണ്ടനിൽ അവർ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 8 മിനിറ്റ്സ് റൈഡാണ് ഇത്. നമ്മൾ ഇവിടുന്ന് ആ മൗണ്ടൻ്റെ മുകളിലെത്താൻ വേണ്ടി. പിന്നെ ഈ കേബിൾ കാറിൻ്റെ അകത്തൊരു 4 സീറ്റാണ് ഉള്ളത്. പിന്നെ ഗ്ലാസ് കവേർഡാണ്, നമുക്ക് സൈഡ് സീൻ കാണാം കേട്ടോ. അങ്ങനെ കുറച്ച് ഇങ്ങനെ പതുക്കെയാണ് ഇങ്ങനെ നീങ്ങി പോകുന്നത് കേട്ടോ. ഇങ്ങനെ എവറി സെക്കൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഇവിടുന്ന് നേരെ ആ മലയുടെ മുകളിലാണ് കൊണ്ട് ഇറക്കുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് നമുക്ക് കുറേ പിന്നെ ബോർഡ് വാക്കുണ്ട്, നടന്ന് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാം. ടോപ്പ് ഓഫ് ദ മൗണ്ടനിലും ഒക്കെ നിന്ന് പോവാം. അങ്ങനെ അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ശരിക്കും ഇത് എടുക്കണോ വേണ്ടേന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ എടുത്തു കളയാം എന്ന് വിചാരിച്ചു. എല്ലാവരും എടുക്കാൻ റെഡിയായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്നത്. ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നല്ല കാഴ്ചയായിരുന്നു, സൂപ്പറാണ്. ആ പൈൻ മരങ്ങളുടെ ഇടയിൽ കാണുന്ന ആ മൗണ്ടൻസ് ഒന്നും പറയാനില്ല കേട്ടോ. അത്ര ഭംഗിയായിരുന്നു. പിന്നെ എൻ്റെ പേടി കാരണം ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഇരിക്കുകയല്ല നിൽക്കുകയല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. എന്തോ എൻ്റെ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടി വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ എന്തായാലും ഒരുവിധം പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എൻ്റെ പേടി കാരണം. അങ്ങനെ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചയാണ് ഇത് കേട്ടോ. എന്ത് ഭംഗിയെന്ന് പറയുമോ. ഇത് ഇങ്ങനെ എന്താ ലെയർ പോലെ ഇങ്ങനെ മൗണ്ടൻസ് ഇങ്ങനെ കിടക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും ഇങ്ങനെ കടിച്ച് പിടിച്ചിരുന്നു. അവിടെ നമ്മളെത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു അവർ മൗണ്ടൻ ടോപ്പ് എന്നും പറഞ്ഞൊക്കെ. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ഒരു വലിയൊരു ബിൽഡിംഗ് കേട്ടോ. അതിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കുറേ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറിയും ഇവിടുത്തെ ആനിമൽസിനെ കുറിച്ചും പിന്നെ ഈ മലകളിൽ താമസിക്കുന്ന ചെമ്മരിയാടും അങ്ങനെയൊക്കെ ഓരോന്നിനെയും കുറിച്ച് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു എക്സിബിഷൻ പോലെയുണ്ട്. പിന്നെ ഇങ്ങനെ ടി വിയിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കുറേ ഇങ്ങനെ അകത്ത് തന്നെ ഇങ്ങനെ നടന്ന് കാണാനുള്ള കുറേ കാഴ്ചകളുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ അതിൻ്റെ തന്നെ അങ്ങ് റൂഫിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ, ഏറ്റവും ടോപ്പിൽ. അപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം ഏറ്റവും ഇതിൻ്റെയും ടോപ്പുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട്, നമുക്ക് വേറൊരു സൈഡിലോട്ട് പോകുന്നുണ്ട്. ഇതേ കണക്ക് നമ്മൾ ബോർഡ് വാക്കുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് വേണം പോകേണ്ടത്. അവർ സൂക്ഷിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർ ഉത്തരവാദിയല്ല എന്ന് അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്.
അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഓരോ സ്റ്റെപ്പും വെച്ച് കയറേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഇങ്ങനെ നടന്ന് നടന്ന് മുന്നോട്ട് പോയി. അപ്പം നമുക്കിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഓരോ സ്ഥലത്തും നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ദേ ഇരിക്കാനും ഇങ്ങനെ കുറച്ച് ബെഞ്ചും ഇങ്ങനെ ഡെസ്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇത് നമ്മൾ ശബരിമല കയറുന്ന പോലെയാണ് കേട്ടോ. കയറി കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം അങ്ങനെ. എന്നിട്ട് പിന്നും കുറേ നടക്കും അങ്ങനെ. അപ്പോൾ ഞങ്ങളും കുറേ നടക്കും പിന്നെ ഇരിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. അതേ നോക്കി എൻ്റെ ബാക്കിൽ കാണുന്ന ആ മൗണ്ടൻസ് ഇങ്ങനെ സ്നോ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുകയാണ് കേട്ടോ. എന്തൊരു ഭംഗിയെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ പറയാൻ വേർഡ്സ് ഇല്ല. പിന്നെ ഒരു വീഡിയോയിലൊന്നും ഇതൊന്നും കാണിക്കാനും നമുക്ക് പറ്റില്ല. ഇതൊക്കെ നമ്മൾ നേരിൽ തന്നെ കാണണം അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മലനിരകൾ കിടക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നും അവിടെ നിന്ന് കുറേ ഇങ്ങനെ കയറുക കേട്ടോ, ശബരിമല കയറുന്ന പോലെ. കുറച്ച് ഇങ്ങനെ കയറി കഴിയുമ്പോൾ നമുക്കൊരു ടയർഡ്നെസ് തോന്നും, പിന്നും ഇരിക്കും, അങ്ങനെ പിന്നും കയറും. അങ്ങനെ കയറി ഞങ്ങൾ പോവേനെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കയറുമ്പോഴത്തേക്കും ഒരു സൈഡ് ഫുള്ള് ഇതേ കണക്കുള്ള വലിയ വലിയ പാറകളാണ് കേട്ടോ, പാറക്കെട്ടുകളാണ്. അപ്പോൾ അതിലൊരു ഓറഞ്ച് കളറിൽ കണ്ട അത് ഒരു തരം എന്തോ ഒരു ഇതാണ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കേട്ടോ. അതെന്തോ ഒരു ജീവിയാണെന്ന് പറയുന്നു. ആരും ടച്ച് ചെയ്യില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടയേർഡായി, ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ സ്നാക്കും വെള്ളവും ഒക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിൽ. ഇതൊക്കെ നമ്മൾ ഇവിടുന്നേ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാക്ക് ഫ്ലൈറ്റിൽ ക്യാരി ചെയ്യാം, അതുകൊണ്ട് എല്ലാവരും സ്നാക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ്. അങ്ങനെ ഇരുന്ന് കഴിച്ച് നമ്മൾ ആ കഴിപ്പാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം കേട്ടോ. അങ്ങനെ അത് കഴിച്ചു, പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ഇരിക്കും, പിന്നെ നടക്കും. അങ്ങനെ അവർ പിന്നെ ഓരോ പിന്നെ വാർണിങ്ങും ഇവിടുത്തെ പിന്നെ എന്താ ഈ മൗണ്ടൻസിൻ്റെ സ്റ്റോറീസും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആരെക്കയിലോ പിന്നെ എൻ്റെ ഫോൺ കൊടുത്തിട്ടൊന്ന് എടുക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ അവരെടുത്തതാണ് ഇത് കേട്ടോ. ഈ വ്യൂ എന്ത് രസമുണ്ടെന്നറിയും, ബാക്കിലിങ്ങനെ മൗണ്ടൻസും ആയിട്ടൊക്കെ. അങ്ങനെ പിന്നും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ഈ മരത്തിൽ ചെറിയ ഒരു ഇത്തിൽ പോലെ ഇങ്ങനെ പച്ച കളറിൽ പിടിച്ചിരിക്കുന്നത്, അത് തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അതോട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. അങ്ങനെ കുറേ വീണ്ടും ഇങ്ങനെ വീഡിയോസ് പിടിക്കുന്നതിന് അവിടെ എല്ലാ ആൾക്കാരാണ്, എല്ലാവരും എടുക്കുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് പോലെ പല ഇങ്ങനെ വഴികളുണ്ട് കേട്ടോ. അങ്ങനെ നടന്നതാണ് ഞങ്ങൾ അവസാനം ടോപ്പ് ഓഫ് ദ മൗണ്ടനിലെത്തിയത്. ഇതാണ് ഏറ്റവും ടോപ്പ്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ നടന്നു വന്നപ്പോൾ കുറേ ചെമ്മരിയാടുകളിനെ കണ്ടു. പക്ഷേ അവരതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അതിന് നമ്മൾ ആഹാരമൊന്നും കൊടുക്കാൻ പാടില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന, കാരണം അത് മരിച്ചത്തു പോവും. കാരണം അവർ അവിടെ കാടിൻ്റെ അകത്തുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എല്ലായിടത്തും ഇതേ കണക്ക് ഫയർ പിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ തണുപ്പുണ്ട് കേട്ടോ, കാരണം മൗണ്ടൻസ് അല്ലേ. അപ്പം ജൂൺ ആണെങ്കിൽ കൂടി തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോഴും നമുക്ക് ഒന്ന് ഇങ്ങനെ തീ കായണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അടുത്ത് ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരിക്കാം, കുറേ നേരം ഇരുന്ന് നമ്മളെ ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നടക്കാം. അങ്ങനെ അവിടെ തന്നെ കുറേ ഉണ്ട് കേട്ടോ കാഴ്ചകൾ കാണാനൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കുന്ന കണ്ടപ്പം വീഡിയോ എന്നെയും കൂടെ ഉൾപ്പെടുത്തി എടുക്കുന്ന കണ്ടപ്പോൾ ഒരു മലയാളി പറഞ്ഞു, ഫോൺ ഞാൻ എടുത്തു തരാമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ മലയാളികൾ, പിന്നെ നമ്മുടെ മലയാളികളാണല്ലോ എവിടെ പോയാലും കാണും. അങ്ങനെ പുള്ളി എടുത്ത് തന്ന കുറേ പിക്ചറാണ് ഈ കാണുന്നതൊക്കെ, വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങളടുത്ത് പോസ് ചെയ്യാൻ പറഞ്ഞു, ഇതും പുള്ളി എടുത്ത് തന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു തിയേറ്ററിൽ കയറാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ അകത്ത് ചെറിയൊരു തിയേറ്ററുണ്ട്. ഈ മൗണ്ടൻ്റെ ഒരു സ്റ്റോറി, ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ കാണിക്കുന്നുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ, അത് കാണാൻ നല്ലതായിരുന്നു. ആ ഒരു ചെറിയ ഒരു എനിക്ക് ഒരു ഹാഫ് ആൻ അവറേ ഉള്ളായിരുന്നു. പിന്നെ ഇതൊരു നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റാണ്. അതിൻ്റെ അകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ കൊല്ലുന്ന വിലയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല. അങ്ങനെ നമുക്കൊരു 3 hour ഇവിടെ സ്പെൻഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മൾ പോകണം, നമുക്ക് 3 മണിക്കൂർ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഒരു 1 day ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി ഒരു 3 മണിക്കൂർ അവിടെ കറങ്ങി ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ എല്ലാം കാണിക്കുന്നില്ല, കാരണം ഇത് കാണിച്ച വീഡിയോ ഒരുപാട് കാണിക്കണം. കാരണം അവിടെ ഒരുപാട് ഇവിടെ ഉള്ള ആനിമൽസിൻ്റെ ഒക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ എക്സിബിഷൻസൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്.
അപ്പോൾ ഞങ്ങൾ കുറേ നേരം നിന്നു, വീണ്ടും വീഡിയോസൊക്കെ എടുത്തു. എത്ര എടുത്താലും നമുക്ക് മതി വരില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗൊണ്ടോളയുടെ റൈഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ്. അപ്പോൾ വന്നിറങ്ങുന്നവരും ഉണ്ട്, ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ ഇതിൽ കയറി. അപ്പോൾ വന്നിറങ്ങുന്നവരെ ഇറക്കിയിട്ട് അതിൽ തന്നെയാണ് തിരിച്ചു പോകുന്നവരെയും കയറ്റി വിടുന്നത് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ടിന് പോലെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു വലിയൊരു മെഷീൻ പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ കയറുന്ന സമയം ഇവർ പിക്ചർ എടുക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഇരിക്കുന്ന പിക്ചർ വേണമെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് താഴെ ഇറങ്ങുമ്പം അവർ ഇങ്ങനെ കാണിച്ചു തരും. വേണമെങ്കിൽ പിക്ചർ വേണമെങ്കിൽ നമുക്ക് അത് നമ്മൾ പേ ചെയ്യണം, നമുക്കെടുക്കാം. ഇങ്ങനെ മല ഇറങ്ങി എന്ന് പറയുന്നത് പോലെ നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോയത് അവിടുന്ന് പബ്ലിക് ട്രാൻസിറ്റ് എടുത്തിട്ട് നേരെ സൈക്കയിലോട്ടാണ് വന്നത്. സൈക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. കാരണം ഞങ്ങളാരും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിനടുത്ത് തന്നെയാണ് ഹോട്ടൽ. അപ്പോൾ ഇത് ഡൗൺ ടൗണിലുള്ള ഹോട്ടലാണ്. അപ്പം നമ്മുടെ മലയാളികൾ പൊളിയല്ലേ, എവിടെ പോയാലും നമ്മൾ എവിടെയെങ്കിലും മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്ന് തിരക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇത്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ് കേട്ടോ, പേര് ഞാനങ്ങ് വിട്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീമും ഒക്കെ കുടിച്ചു. പിന്നെ ഡൗൺ ടൗൺ വഴി പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു, ട്രാൻസിറ്റ് ബസ് എടുക്കേണ്ട അടുത്താണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളും ഒക്കെ കണ്ട് അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ ചെയ്ത് ഞങ്ങൾ പതുക്കെ ഹോട്ടലിലോട്ട് പോയി. വൈകിട്ടായി. അങ്ങനെ ഞങ്ങളുടെ പിന്നെ ബാൻഫില 4th ഡേയും ലാസ്റ്റ് ഡേയുടെയും വീഡിയോ ഉടനെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.